ഇങ്ങനൊരു സ്നാക്സ് ഈ നോമ്പ് കാലത്ത് നിങ്ങൾ കഴിച്ചിനാ? ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ, ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കറിവേപ്പില ചെറിയ ചെറിയ പീസാക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കണം. നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. എല്ലാം കൂടി നന്നായി മിക്സ് ആകണം. കുറച്ച് തിക്കിലായിരിക്കണം. ഓവറായിട്ട് ലൂസ് വേണ്ട, ഓവറായിട്ട് ടൈറ്റും വേണ്ട. ഇതുപോലെ ആയിരിക്കണം. ഇത്രയും മതി. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഇതുപോലെയുള്ളൊരു മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു 2 പീസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. നന്നായി തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകിയെടുത്ത് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ റൗണ്ടിൽ നേരെ പീസാക്കിയിട്ട് കട്ടാക്കി എടുക്കണം. പെട്ടെന്ന് കട്ടായി കിട്ടും. ഞാൻ 1 കപ്പ് മൈദയുടെ കണക്കാണ്. നിങ്ങൾ എത്രയാണ് മധുരക്കിഴങ്ങ് വേണ്ടതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. മൊത്തത്തിൽ അങ്ങനെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ നോമ്പ് കാലത്ത് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ ഒരു ഈസി സ്നാക്സാണ്. എണ്ണ നന്നായി തിളച്ചാൽ ഈ മൈദ മിക്സിലേക്ക് മുക്കി കൊടുക്കണം ഈ മധുരക്കിഴങ്ങ്. എന്നിട്ട് എണ്ണയിലിട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വേണ്ട. തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. മധുരക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. മുളക് പൊടിയും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും മൈദയിലും ഇട്ടിട്ട് നന്നായി മിക്സാക്കി എടുത്തിട്ട് ഇതുപോലെ മുക്കിയെടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഇതാവുമ്പോൾ ആരും കഴിച്ചോളും. കഴിക്കാത്തവർ പോലും കഴിക്കും. അത്രയും ടേസ്റ്റാണ് ഇതിന്. മൊത്തത്തിൽ ഇത്രയും മതി. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഒരു തുള്ളി എണ്ണ കുടിക്കില്ല. ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. എൻ്റെ മക്കളൊന്നും മധുരക്കിഴങ്ങ് കഴിക്കാറില്ല. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നന്നായി കഴിക്കും. അത്രയും ടേസ്റ്റാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരുപാട് സ്നാക്സ് വീഡിയോസ് ഉണ്ട്. എല്ലാം പുതിയതാണ്. ഈ സ്നാക്സ് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും. പക്ഷെ മറ്റുള്ള സ്നാക്സിലെല്ലാം വെറൈറ്റിയാണ്. ഒന്ന് കാണാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ. ഇതുപോലെയാണ് ഉള്ളിലുണ്ടാവുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.